നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. നിരോധിത എയർ ഹോണുകളും അനാവശ്യ സ്റ്റിക്കറുകളും നമ്പർ പ്ലേറ്റിലെ ക്രമക്കേടുകളും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് പിടിവീണു. യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയെ റിമാൻഡ് ചെയ്തു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനെതിരെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആക്രമണം. പ്രതി പോലീസ് പിടിയിൽ. വിദേശത്ത് ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനവുമായി വിസ തട്ടിപ്പ്. 28കാരൻ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ മാത്രം 7 കേസുകൾ. ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവ് വധശ്രമ കേസിൽ റിമാൻഡിലായി. വിശദമായ വാർത്തയിലേക്ക്. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന തടി ലോറിയാണ് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുൻപ് മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. പണി പൂർത്തിയായ ചെട്ടിയങ്ങാടി ജംഗ്ഷൻ കാന വൃത്തിയാക്കലിന്റെ പേരിൽ വീണ്ടും കുത്തിപ്പൊളിച്ചു. തൃശൂർ കോർപ്പറേഷൻ 10 കോടി രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്ന കൂർക്കഞ്ചേരി കുറുപ്പം റോഡിന്റെ കോൺക്രീറ്റ് പണികൾ പൂർത്തിയായെങ്കിലും നവീകരിച്ച റോഡിന് കാന നിർമ്മിക്കാത്തത് പ്രദേശത്തെ വ്യാപാരികളെയും കാൽനട യാത്രികരെയും ദുരിതത്തിലാക്കി. റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്തതോടെ കാൽനട യാത്രയ്ക്ക് ഇതുവഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കുറുപ്പം റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറി വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. നിലവിലെ കാനകൾ അടഞ്ഞുകിടക്കുന്നതും കടകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കി. നിലവിൽ വ്യാപാരികൾ തന്നെ കടകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മണ്ണിട്ട് ഉയർത്തുകയാണ്. കൂടാതെ റോഡിന് ഇരുവശങ്ങളും മണ്ണിട്ട് ഉയർത്താത്തതിനാൽ കാൽനട യാത്രക്കാർക്കും ഇതുവഴി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. കൂർക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് വരെയുള്ള കോൺക്രീറ്റ് റോഡിന് ഇരുവശവും കാനകൾ ഉയർത്തി പണിതാൽ മാത്രമേ ഇതിന് ശാശ്വത പരിഹാരം ആവുകയുള്ളൂ. കാന നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ്. നിരോധിത എയർ ഹോണുകളും അനാവശ്യ സ്റ്റിക്കറുകളും നമ്പർ പ്ലേറ്റിലെ ക്രമക്കേടുകളും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് പിടിവീണു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിൽ 22 ബസ്സുകളിൽ എയർ ഹോണും 2 ബസ്സുകളിൽ മൾട്ടി ട്യൂൺ ഹോണും ഘടിപ്പിച്ചെന്ന് കണ്ടെത്തി. ബസ് ജീവനക്കാർ ഭക്ഷണത്തിനും വിശ്രമത്തിനും പോകുന്ന സമയത്തായിരുന്നു പരിശോധന മണത്തറിഞ്ഞ നിരവധി ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ മുങ്ങി. തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO KB സിന്ധുവിന്റെ നിർദ്ദേശത്തിലായിരുന്നു പരിശോധന. എയർഹോൺ സംബന്ധിച്ച കേസുകൾ വെർച്വൽ കോടതിക്ക് അയച്ചു. മൾട്ടി ട്യൂൺ ഹോണുകളും ബസ്സുകളിൽ കളർ കോഡ് ഉള്ളതിനാൽ അനാവശ്യ സ്റ്റിക്കറുകളും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായതിനു പിന്നാലെ ബസ്സുകളിൽ സ്റ്റിക്കറുകളും നിയമലംഘനവും പ്രത്യക്ഷപ്പെടുന്നെന്ന് കണ്ടെത്തിയായിരുന്നു മിന്നൽ പരിശോധന. ബസ്സുകൾക്ക് മുൻപിലെ ചില്ലിൽ പതിക്കുന്ന സ്റ്റിക്കറുകൾ കാഴ്ച മറയ്ക്കും. കാൽനട യാത്രികരെയും ചെറുവാഹനങ്ങളും കാണില്ല. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു.
യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശിയായ യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ സ്ഥിരമായി പിന്തുടർന്ന് ശല്യം ചെയ്യുകയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ അശ്ലീലമായും ആഭാസകരവുമായും പോസ്റ്റ് ചെയ്യുകയും ചെയ്ത കേസിലെ പ്രതി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി സുമേഷ് നിവാസിൽ സുമേഷിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു. 2021 സംഭവത്തിന് ശേഷം സുമേഷ് ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് കോടതി സുമേഷിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. സുമേഷിനെ പിടികൂടുന്നതിനായി നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പത്തനംതിട്ട മൈലപ്രയിലുള്ള സുമേഷിന്റെ കാമുകിയുടെ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനെതിരെ പാർക്കിംഗ് ഏരിയയിൽ വച്ച് ആക്രമണം. പ്രതി പോലീസ് പിടിയിൽ. പെരിഞ്ഞനം കൊറ്റംകുളത്തുള്ള ഹോട്ടലിന്റെ പാർക്കിംഗിൽ കൊറ്റംകുളം സ്വദേശിയായ മതിലകത്ത് വീട്ടിൽ സിജിലിനെയും കുടുംബത്തെയും അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താൽ സിജിലിനെ ആക്രമിക്കുകയും തടയാൻ വന്ന ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ചെയ്ത പെരിഞ്ഞനം കാക്കരാലി വീട്ടിൽ സെമീറിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ സിജിലിന്റെ പല്ല് തെറിച്ചു പോയിട്ടുള്ളതാണ്. കയ്പമംഗലം ഇൻസ്പെക്ടർ ബിജു കെ.ആർ, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI അൻവറുദ്ദീൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ, സിവിൽ പോലീസ് ഓഫീസർ ഫറൂഖ് എന്നിവർ ചേർന്നാണ് സെമീറിനെ പിടികൂടിയത്. വിദേശത്ത് ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനവുമായി വിസ തട്ടിപ്പ്. 28കാരൻ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ മാത്രം 7 കേസുകൾ. കാറളം ചെമ്മണ്ട സ്വദേശിയും തെക്കേക്കര വീട്ടിൽ താമസക്കാരനുമായ ആൽവിനാണ് തട്ടിപ്പു കേസിൽ പിടിയിലായത്. ഇയാൾ മൊത്തം 29,80,000 രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തതായി പോലീസ് അറിയിച്ചു. അഗ്നീറ എബ്രോഡ് എഡ്യൂക്കേഷണൽ ആൻഡ് ജോബ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് ആൽവിൻ തട്ടിപ്പ് നടത്തിയത്. കിഴുത്താണി സ്വദേശികളായ സുനിൽകുമാർ, ഭാര്യ നിഷ സുനിൽകുമാർ എന്നിവരുമായാണ് ആൽവിൻ ചേർന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 7 പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആൽവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവ് വധശ്രമ കേസിൽ റിമാൻഡിലായി. കൊരട്ടി ചെറുവാളൂർ കള്ളുഷാപ്പിലെ മാനേജറെ ചില്ലിന്റെ കുപ്പി കൊണ്ടും ചില്ല ഗ്ലാസ് കൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കാടുകുറ്റി പാറയം കോളനിയിൽ കക്കാട്ടി വീട്ടിൽ വിജിത്ത് എന്നയാളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 6:30 ചെറുവാളൂരിലുള്ള കള്ളുഷാപ്പിൽ വച്ചാണ് സംഭവം. വിജിത്ത് ഷാപ്പിലെത്തി കള്ളു കുടിക്കുന്ന സമയം ഷാപ്പിൽ ഉണ്ടായിരുന്നവരെയും മാനേജരെയും അസഭ്യം പറഞ്ഞപ്പോൾ മാനേജർ ഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിലുള്ള വിരോധം വെച്ച് ഭീഷണിപ്പെടുത്തി ഷാപ്പിലെ കുപ്പിയും ഗ്ലാസും എടുത്ത് മാനേജറുടെ തലയിൽ അടിക്കുകയായിരുന്നു. സാരമായി മുറിവേറ്റ മാനേജർ 16ഓളം തുന്നലുകളുമായി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം മുങ്ങിയ വിജിത്തിനെ രാത്രി തന്നെ പോലീസ് പിടികൂടി. 2020 എബിൻ എന്നയാളെ കൊരട്ടി കടപ്പുറത്ത് വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഈ കേസിൽ ഉൾപ്പെട്ടത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു.
കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. നിരോധിത എയർ ഹോണുകളും അനാവശ്യ സ്റ്റിക്കറുകളും നമ്പർ പ്ലേറ്റിലെ ക്രമക്കേടുകളും ഉൾപ്പെടെ നിയമലംഘനങ്ങൾ നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് പിടിവീണു. യുവതിയെ സോഷ്യൽ മീഡിയകളിലൂടെ മോശമായി ചിത്രീകരിച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയെ റിമാൻഡ് ചെയ്തു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനെതിരെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആക്രമണം. പ്രതി പോലീസ് പിടിയിൽ. വിദേശത്ത് ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനവുമായി വിസ തട്ടിപ്പ്. 28കാരൻ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുടയിൽ മാത്രം 7 കേസുകൾ. ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ യുവാവ് വധശ്രമ കേസിൽ റിമാൻഡിലായി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.